ടി വി പ്രസാദിലേക്ക്. പ്രസാദ്, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ മുരാരി ബാബു, എസ് ശ്രീകുമാർ, ഡി സുധീഷ് കുമാർ എന്നിവർക്ക് പിന്നാലെ ഇതാ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തേക്ക് ഇറങ്ങുകയാണ്. കേസിലെ ഒന്നാം പ്രതിയാണ്, മുഖ്യ സൂത്രധാരനാണ്. ഈ സ്വർണം എങ്ങോട്ടേക്ക് പോയി എന്നത് അറിയാവുന്ന ആളുകൂടിയാണ്. അയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കേസിൽ എന്തു തരം ആശങ്കയാണ് ഉടലെടുക്കുന്നത്? പ്രസാദ്, സ്മൃതി, ഇത് കേസ് ദുർബലമാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യമുള്ളത് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഇതിൽ SITക്കുള്ള ആശ്വാസം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ പിന്തുണയാണ്. ഇപ്പോഴും മികച്ച അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത് എന്ന അഭിപ്രായമാണ് കഴിഞ്ഞ ദിവസവും ആ ദേവസ്വം ബെഞ്ച്, ഈ കേസുകൾ പരിഗണിക്കുന്ന ദേവസ്വം ബെഞ്ച് പറഞ്ഞത്. പക്ഷേ ഈ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ജാമ്യം പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ച്, ബദ്രുദ്ദീന്റെ ബെഞ്ചിന് എതിരായ അഭിപ്രായമുണ്ട്. ഗുരുതരമായ വീഴ്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് ഓരോ തവണ ഓരോ ജാമ്യാപേക്ഷ വരുമ്പോഴും ആ സിംഗിൾ ബെഞ്ച് അതിന്റെ ഭാഗമായി വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും സ്മൃതി, പൊതുവിൽ പരിശോധിക്കുമ്പോൾ ശബരിമലയിലെ സ്വർണം ആകെ കടത്തുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വലിയ കൊള്ളക്കാരനെയാണ് പുറത്തേക്കിറങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളതാണ്. 90 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് കുറ്റപത്രം കിട്ടിയില്ല എങ്കിൽ അവരുടെ അവകാശമാണ്, അവരുടെ റൈറ്റാണ് ആ സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിക്കുക എന്നുള്ളത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ മുരാരി ബാബുവിനും ഡി സുധീഷ് കുമാറിനും നേരത്തെ ശ്രീകുമാറും എല്ലാം പുറത്തിറങ്ങിയ വഴിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി വരുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും കട്ടിളപ്പടിയിലെയും സ്വർണം കൊണ്ടുപോയി എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ നിലവിൽ FIR രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് കൊള്ള ശബരിമലയിൽ നടന്നിട്ടുണ്ട് എന്ന് ഓരോ ദിവസവും പുറത്തേക്ക് വരികയാണ്. അതിന്റെ തെളിവുകൾ കൂടി മറച്ചു വയ്ക്കാൻ, അതായത് സ്മൃതി, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കൂടാതെ ഇനി മറ്റൊരു കേസിൽ ഇടപെടാതിരിക്കാനുള്ള അല്ലെങ്കിൽ അതിൽ ലോക്കാവാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ അതിനിപ്പോൾ പോറ്റിക്ക് നടത്താൻ കഴിയും എന്നുള്ളതാണ്. ഒരുപക്ഷെ ED ആ രീതിയിൽ അന്വേഷിച്ച് EDയുടെ വലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പെട്ടില്ല എങ്കിൽ ഉറപ്പായും നിലവിലുള്ള ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും കട്ടിളപ്പടിയിലെയും സ്വർണം കണ്ടെത്താൻ കഴിയാത്തതുപോലെ ഇനി വരുന്ന മറ്റേതെങ്കിലും രീതിയിലുള്ള കൊള്ള പുറത്തു വരുമെങ്കിൽ അതുകൂടി പ്രതിരോധിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിയുമെന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ചുരുക്കത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി കിട്ടുന്ന ഓരോ മിനിറ്റും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിക്കുമെന്ന കാര്യം ഉറപ്പാണ്. സ്മൃതി, ഇതൊരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. സമീപകാല കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ കേസ്, രാഷ്ട്രീയം ഇത്രകാലം ചർച്ച ചെയ്ത ഒരു കേസ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം ഒന്ന് കൊടുക്കാത്തത് കൊണ്ട് തന്നെ പുറത്തേക്കിറങ്ങുന്നു എന്നുള്ളതാണ്. അതാണ് ബാക്കിയുള്ള പ്രതികളും ഇനി വൈകാതെ പിന്നാലെ ഇറങ്ങുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. ഇത് രാഷ്ട്രീയമായി കൂടി തന്നെ വളരെ പ്രാധാന്യമുള്ള കേസാണ്.